എന്റെ പേര് കോയ, കോഴിക്കോട്. ഇത് കൊല്ലം ഓലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത്. 1980 ഹെലികോപ്റ്റർ അപകടത്തിൽ എൻ സാറ് മരിച്ച ദിവസമാണ്. അപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് വന്നാണ് ഇവിടേക്ക്. ഒരുപാട് ആളുകൾ ചുറ്റുവശത്തുണ്ട്. ഞാനൊക്കെ ഒരു അനുഭവസ്ഥനും കൂടിയാണ്. ജയൻ സാർ ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് അങ്ങാടി ഷൂട്ടിങ് വന്നപ്പം നമ്മളെപ്പോലത്തെ ഓരോരോ ബുദ്ധിമുട്ടുകാരെ കണ്ടുകഴിഞ്ഞിട്ട് പല സഹായങ്ങളും ചെയ്ത ഒരാളാണ് കോഴിക്കോട്. ഞാനത് ഡ്രസ്സില്ലാത്തൊരു കാലഘട്ടത്തില് ഒരു മാസത്തേക്ക് 250 റുപ്യ ശമ്പളം കിട്ടുന്ന സമയത്ത് 300 റുപ്യ തന്ന സഹായിച്ചൊരു വ്യക്തിയാണ് ജയൻ സാർ. അതുകൊണ്ട് അന്ന് വെച്ച് ഇന്ന് വരെ അദ്ദേഹത്തിനെ മറക്കാൻ വരെ കഴിയില്ല. പിന്നെ 2 മാസം കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന് കേട്ടു. അപ്പൊ കോഴിക്കോട് നിന്ന് വരികയാണ് 2 ദിവസം ഇവിടത്തിനോട് അങ്ങാൻ തീരുമാനിച്ചു. ഞാനവിടെ ദിവസം ഹോട്ടൽ പണിയല്ലേ പുതിയ പാലം, അവിടെ ഷൂട്ടിംഗ് ഉണ്ടായി കൊറോണ സമയത്ത്. അപ്പൊ അവിടുന്ന് പരിചയപ്പെട്ട നമ്മളൊക്കെ അന്നൊരു ഡ്രസ്സ് കുറച്ച് ബുദ്ധിമുട്ടിയപ്പോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കാശ് വരെ തന്ന ആളാ. 300 റുപ്യ. അന്ന് 300 വെച്ചാൽ മാസം ജോലി ചെയ്ത 250 റുപ്യ ഹോട്ടൽ പണിക്ക്. അങ്ങനെ അദ്ദേഹം 300 റുപ്യ തന്ന്. കാരണം എന്റെ ഒരു വേഷങ്ങൾ അദ്ദേഹത്തിന് മനസ്സിന് വിഷമായി പോയി. അന്ന് വെച്ചാല് ഞാനെന്നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് ഒന്ന് ഇടാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഒരാൾക്ക് 6 കൊല്ലം 5 കൊല്ലൊക്കെ ഉപയോഗിച്ചൊരു ഡ്രസ്സ്. അപ്പൊ അദ്ദേഹത്തിന് കണ്ട് എന്തോ ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് ഇന്ന് പറഞ്ഞ ആളെ വെച്ച് പോയിട്ട് നല്ല ഡ്രസ്സ് വാങ്ങിക്കോളാം. ഞങ്ങൾ 3 മണിക്കാർക്ക് നന്നുണ്ട്. ഞാനങ്ങ് അദ്ദേഹം ആരാണ് എന്താണെന്നൊന്നും അന്ന് അറിയില്ല. അന്നൊക്കെ നമ്മളെ ജോലി തിരക്കിലേക്ക് പിന്നീട് സിനിമ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളാണെന്നുള്ളത് മനസ്സിലായത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരുപാട് സിനിമ നടന്മാരുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ച 2 സിനിമയിൽ അഭിനയിച്ചാൽ കോടികൾ മേടിക്കുന്നു, കോടി ക്ലബ്. ആരെ കണ്ട 4 സെക്യൂരിറ്റി ആയിട്ടാ വരുന്നത്. അത് ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിരുന്നു പ്രേമശ്രീ, ജയനും ഒക്കെ. അവരെയൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഷൂട്ടിലൊക്കെ സമീപനം? അവരെച്ചാല് എത്രയും കൊല്ലം ജോലി ചെയ്തിട്ട് 1,04,000 റുപ്യ അക്കൗണ്ടില്ലേ. ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ നടൻ. ബാക്കിയൊക്കെ സഹായങ്ങൾ ചെയ്താ. കോഴിക്കോട് 4 ഉണ്ടുവണ്ടി വാങ്ങിക്കൊടുത്തിന് അവിടെ. ഉണ്ട്. കല്ലായി റോഡിൽ അന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മ. അവിടെ കൈവണ്ടി അന്ന് 1,100 റുപ്യാണ് ഒരു വണ്ടിക്ക്. 4 പേർക്ക് വാങ്ങിക്കൊടുത്തു. ഇന്ന് പേരാമ്പ്ര കോഴിക്കോട് ബസ് ഓടുന്നുണ്ട്. അവര് ആ ഉണ്ടുവണ്ടിനാല് പുരോഗമിച്ചിട്ട് ബസ് ഉണ്ടെന്ന് അവർക്ക്. കോഴിക്കോട് പേരാമ്പ്ര കോഴിക്കോട് ജയൻ എന്ന പേരായിട്ടുള്ള ബസ് ഓടുന്നുണ്ട്. ജയൻ ഓട്ടൊക്കെ ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ ആ സമയത്ത് ഒരുപാട് ആൾക്ക് ഷൂട്ടിങ്ങിനൊക്കെ വന്നപ്പോൾ സഹായിച്ചിരുന്നു. നല്ല വ്യക്തി. അങ്ങനെ ഒരാൾ ഇന്ന് ഈ സിനിമാ ലോകത്ത് ആരുമില്ല. ഇപ്പം കോടികളുള്ള ഈ കൊറോണ സമയത്ത് ആൾക്കാർ 2 ചാക്ക് അരി വാങ്ങിക്കൊടുത്തുള്ളത് ഈ സൂപ്പർ സ്റ്റാറുകൾ നമ്മളാരും കേട്ടോ. കൊറോണ സമയത്തൊക്കെ മനുഷ്യന്മാരങ്ങ് അറ്റുപോയ സമയത്ത് പോലും നമ്മളിപ്പം ഇപ്പോഴത്തെ നടന്മാരെ കുറ്റപ്പെടുത്തല്ല. ഇപ്പം കുറ്റപ്പെടുത്താൻ ഉണ്ടല്ലോ ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന അങ്ങനല്ലേ. അക്കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് എല്ലാം ഒരു കുറ്റങ്ങൾ ഒരാൾക്ക് പറയാനുള്ള വഴിയില്ലാതാണല്ലോ അദ്ദേഹം നമ്മളെ വിട്ട് പോയത്. കോഴിക്കോട് അങ്ങാടിയിലെ തൊഴിലാളികളുമായിട്ടൊക്കെ ഭയങ്കര രാത്രി 2 മണിക്കൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന പോലെ ഇഷ്ടേ. ഈ ഷൂട്ടിങ്ങിനെ പറ്റി അറിയാനും ഓലെ തൊഴിലിനെ പറ്റിയൊക്കെ അവിടെ ബലിയങ്ങാടി സൈഡില് ചുമട്ടുതൊഴിലാളിയിൽ നിലത്ത് കിടക്കുന്ന സ്ഥലത്തെ ഇദ്ദേഹം വന്നു. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്താണ് എങ്ങനെയാണ് ഒക്കെ പഠിച്ച് ഒരു അഹങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെയുണ്ട്. നല്ലൊരു വ്യക്തിയാണ്. അതാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ എത്താനുള്ള കാരണം. ആ സിനിമയിലെ ഒരു ഹൈലൈറ്റ് സീനുണ്ട്. അത് വലിയങ്ങാടി റോഡ് റോഡില് കാസിനോ ഹോട്ടലിന് മുന്നില്. അന്ന് കാസിനോ ഹോട്ടലിൽ നിന്നാകുമ്പോ പേരുള്ളതാ. ആ സീൻ പോയാലുണ്ടോ? ഞാനുണ്ട്. പക്ഷെ എനിക്ക് സിനിമാന്റെ ഷൂട്ടിംഗ് ഒന്നും കാണുന്നൊരിതില്ല. അപ്പൊ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് വീട്ടിലായതുകൊണ്ടേ സിനിമ കാണില്ല. ഇദ്ദേഹം ഈ 300 തന്നതിന് ശേഷമാണ് ഇപ്പൊ അത്യാവശ്യം പിക്ചറോ കാണാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് പിക്ചർ കാണാൻ പോണത്. പിന്നെ പുതിയ പാലം, ഫറോക്ക്, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ. ഫറോക്കിൽ തന്നെ നമ്മളൊരു കേട്ടാണല്ലോ. ഫറോക്ക് പ്രീതി സിനിമകളുടെ ഉദ്ഘാടനത്തിന് ഒരു അബു നമ്മത്തിന് അവിടെ വന്നി ജയൻ സാറിനെ കാണാൻ വേണ്ടി. അപ്പൊ ടെന്റിന് മുകളിൽ കയറി അങ്ങോട്ട് ചാടാൻ നോക്കുന്നില്ല. പോലീസുകാർ വന്ന് തല്ലാൻ നോക്കി. ഭയങ്കര ജനം. ഇത്രയും ജനം ഇവിടുന്നൊക്കെ വന്ന് കാണാൻ വരും. എന്നിട്ട് ഇദ്ദേഹം പോയി പറഞ്ഞു അവൻ അടിക്കരുതെന്ന് പറഞ്ഞു പോലീസുകാരോട്. എന്നിട്ട് അദ്ദേഹത്തിന് 100 റുപ്യ കൊടുത്തു. നാളെ എന്റെ കൽപ്പക ടൂറിസ്റ്റ് ഹോമിലേക്ക് വരികയാണ്ടി എന്റെ കാറൊന്ന് കഴുകാൻ. അന്ന് 10 റുപ്യ എടുത്ത് വണ്ടി ചാർജ്. പിറ്റേന്ന് കഴുകിയപ്പോ 100 റുപ്യ എടുത്ത്. അപ്പൊ ചാക്ക് അരിയും വാങ്ങി വീട്ടിലേക്ക് പോയി. 90 റുപ്യ അരിക്ക് ഒരു ചാക്ക് അരിക്ക് അന്നത്തെ കാലത്ത്. അങ്ങനത്തെ പല ചരിത്രങ്ങളും പറയാനുള്ള ആളാ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ആൾക്കാർ മറക്കാൻ കഴിയും?